അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചവറ ഒറ്റത്തരെന്ന് പറയുന്ന സ്ഥലത്ത് മദ്രസയിൽ പഠിച്ച മക്കളൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവർ കാഴ്ച കണ്ട് ആ ഉമ്മ ഇത് സഹിക്കാൻ കഴിയാതെ ജീവനൊടുക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഈ വിവരങ്ങൾ നാട്ടുകാർ അറിയുന്നത്. നമ്മുടെ പൊന്നു മക്കളുടെ ഒരവസ്ഥ നോക്ക്. സഹനാസ് എന്ന് പറയുന്ന പേരക്കുട്ടി തൻ്റെ ഉമ്മയുടെ ഉമ്മ വല്യമ്മയായ സുലൈഖ എന്ന് പറയുന്ന ഉമ്മയെ 70 വർഷം പ്രായമാണ് ഉമ്മയുടെ പ്രായം. കരുണ കാണിക്കേണ്ട, സ്നേഹം കാണിക്കേണ്ട, പ്രത്യേകിച്ച് മക്കൾക്ക് ഉമ്മയേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹം വല്യമ്മയാണ്. അത് ഉമ്മയുടെ ഉമ്മയാകുമ്പോൾ പ്രത്യേകമായൊരു സ്നേഹമാണ്. കാരണം ആ ഉമ്മയുടെ ഉമ്മ നൽകുന്ന സ്നേഹം അത്ര വലുതാണ്. ഈ സഹനാസിനെയും അങ്ങനെയാണ് ഈ വല്യമ്മ കണ്ടത്. വളരെ സ്നേഹത്തിൽ പോറ്റിയ പൊന്നു മകൻ്റെ കൈകൊണ്ട് തൻ്റെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നാട്ടുകാർക്കിത് സഹിക്കാൻ പറ്റിയ, ആരും കണ്ടവരൊക്കെ ഞെട്ടിപ്പോകുന്ന രംഗമാണ്. വല്യമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വല്യമ്മ കാണാനില്ല. പിന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ വല്യമ്മയെ, അതായത് ഉമ്മയുടെ ഉമ്മയെ കണ്ട ഒരവസ്ഥ, ആ രീതിയിൽ ഉമ്മയെ കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ബോധം തളർന്നുപോയി. അവസാനം ആ സ്വന്തം ഉമ്മ തന്നെ ജീവനൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴാണ് നാട്ടുകാർ വിവരങ്ങൾ അറിയുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സ്വന്തം വല്യമ്മയെ, സഹനാസ് എന്ന് പറയുന്ന ഈ കുട്ടി, ഈ ചെറുപ്പക്കാരൻ അതാ ഇഞ്ചിഞ്ചായ ഉമ്മയെ വെട്ടിക്കൊന്നിരിക്കുക. എന്നിട്ട് ആ വെട്ടിക്കൊന്നിട്ട് ആ ഉമ്മയെ ഒരു ചാക്കിലിട്ട് കട്ടിലിനടിയിൽ വെച്ചിരിക്കുന്ന ഒരു രംഗമാണ്. സുബ്ഹാനല്ലാഹ്. ചവറ എന്ന് പറയുന്ന ഒട്ടത്തരത്ത് നടന്ന ഈ ഒരു സംഭവം എൻ്റെ പ്രിയപ്പെട്ടവർ, ആരാണിത് നടത്തുന്നത് നോക്കണം. ദീനി വിദ്യാഭ്യാസം പഠിച്ച മക്കൾ, മുസ്ലിം മക്കൾ. വല്യമ്മക്ക് മകനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. വല്യമ്മ പ്രത്യേകിച്ച് എവിടെയെങ്കിലും അയൽവീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പോകുന്ന സമയത്ത് മക്കളോട് പറയുന്നൊരു വാക്കുണ്ട്, മോളെ ഞാൻ ഇതാ അടുത്ത വീട്ടിലേക്ക് താമസിക്കാൻ, അല്ലെങ്കിൽ ബന്ധുക്കളെ വീട്ടിലേക്ക് താമസിക്കാൻ പോകണമെങ്കിൽ ഒരു ഷർത്തുണ്ട്. എൻ്റെ പൊന്നുമകനായ പേരക്കുട്ടിനെ നീ കൃത്യമായി നോക്കുമെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ എന്ന്. അത്രത്തോളം. കാരണം പിന്നെ പോയി എത്തിയാൽ പിന്നെ വീണ്ടും ഫോൺ വിളിച്ച് ചോദിക്കും, എൻ്റെ മോൻ എന്തായിന്നാ, എൻ്റെ പേരക്കുട്ടിക്ക് എന്തായിയാ, പേരക്കുട്ടി ഭക്ഷണം കഴിച്ചോ എന്നാ ചോദിക്കുക. ചായ കൊടുത്തോ, അല്ല നിൻ്റെ അശ്രദ്ധ കൊണ്ട് മകനിക്ക് ഭക്ഷണം ഇല്ലാതെ ആയോ. അത്ര വല്യമ്മെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്, വല്ലാത്ത സ്നേഹമാണ്. കാരണം എന്ത് കാര്യം സാധിപ്പിച്ചെടുക്കാൻ ആ വീട്ടിൽ മുത്തശ്ശി, അതായത് വല്യമുണ്ടെങ്കിൽ അതൊക്കെ വലിയ സന്തോഷമാണ്. ഇപ്പം എൻ്റെ മക്കളൊക്കെ അങ്ങനെയാണ്. ഉമ്മയേക്കാൾ അവർക്ക് വല്യമ്മ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഉമ്മക്ക് അങ്ങോട്ടും അങ്ങനെയാണ്. നമ്മളെക്കാൾ കൂടുതൽ ആ മക്കളോടാണ് സ്നേഹം. ആ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ വെറുതെ വിടൂല. അത്രത്തോളം സ്നേഹിക്കുന്ന ആ ഉമ്മയെ തന്നെ, അല്ലേ, സ്വന്തം പാല് കൊടുത്ത കയ്യിലേക്ക് തന്നെ പാമ്പ് കൊത്തുക എന്ന് പറഞ്ഞാൽ, ആ ഉമ്മയെ തന്നെ വെട്ടിക്കൊന്ന് ചാക്കിലാക്കി കട്ടിലിനടിയിൽ വെച്ച ഈ മക്കളൊക്കെ ഏതെങ്കിലും മക്കളല്ലല്ലോ. മദ്രസ പഠിച്ച ഈ ലാ തഖുല്ലഹുമ ഉഫ്, ഉമ്മയോട് ചേ എന്നുള്ളൊരു വാക്ക് പോലും പറയരുതെന്ന് പഠിച്ച ഈ മക്കളാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തിനാണ് ഇവൻ ഈ ഒരു കൃത്യം ചെയ്തത്? ഇങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യാൻ സാധിക്കുമോ? ഒരു മനുഷ്യനായ ആൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും ഇത് സാധിക്കുന്ന കാര്യമേ അല്ല. പിന്നെ എങ്ങനെ ഈ സഹനാസ് ഇത് ചെയ്തു? അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇതിൻ്റെ കൃത്യമായ കാരണങ്ങൾ അറിയുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെന്നും ഒരു കണ്ണ് നമ്മുടെ മക്കളുടെ വേണം, മക്കളിൽ. കാരണം മക്കളെപ്പോഴും അപകടത്തിൽ ചാടുന്നറിയില്ല. അപകടത്തിൽ നമ്മുടെ മക്കൾ പെട്ടാൽ ആ കുടുംബം പിന്നെ നശിച്ചത് തന്നെയാണ്. അള്ളാഹു കാക്കട്ടെ. ആ സമയത്ത് തന്നെ ആ മക്കൾക്ക് കൃത്യമായ പരിഗണന നൽകി ആ മക്കളിൽ നിന്ന് ആ അപകടത്തിനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അത് നിസ്സാരമായി മക്കളല്ലേ, അവർ വലുതായി നന്നാകുമെന്ന് ഞാൻ വിചാരിച്ചാൽ വലുതാകുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ ജയിലിലും മാതാപിതാക്കളും ഖബറിലാകും. അള്ളാഹു കാക്കട്ടെ. ഇപ്പോൾ ചവറ പോലീസുകാർ അദ്ദേഹത്തെ വിചാരണ ചെയ്യുമ്പോൾ അദ്ദേഹം ആരായിരുന്നു എന്നതാണ് ആ നാട്ടുകാരെ ഞെട്ടിപ്പിച്ച കാര്യം. കാരണം പുറമേക്ക് നല്ല ആൾക്കാരായിരിക്കും, പുറമെ നല്ല കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ്. അടുത്ത് അഫ്വാൻ പറയുന്ന പല ചെറുപ്പക്കാരൊക്കെ സ്വന്തം കുടുംബത്തെ തന്നെ ഇല്ലായ്മ ചെയ്തവരൊക്കെ ആരാണ്? അവരെക്കുറിച്ച് ചോദിച്ചാൽ നാട്ടുകാർ പറയുന്നത് എന്താണ്?
നല്ല ചെറുപ്പക്കാരനാണ്, എല്ലാവരുടെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നവനാണ്. അങ്ങനെയല്ലേ? സ്വന്തം ഉപ്പ വെട്ടിക്കൊന്നവനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നല്ല അഭിപ്രായമാണ്. അള്ളാഹു കാക്കട്ടെ. കാരണം ഈ ചെറുപ്പക്കാർ, ഈ സഹനാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അത് ആ മയക്കുമരുന്നിൻ്റെ ലഹരിക്കടിമയായിരുന്നു എന്നാണ്. ആ സമയത്ത് തന്നെ ആ രക്ഷപ്പെടുത്താൻ പോയില്ല എങ്കിൽ നാം തന്നെ നമ്മുടെ മക്കൾക്ക് മാതൃകയാകേണ്ടവരാണ്. അൻഫുസക്കും അഹ്ലീക്കും നാറ വഖൂദു ഹന്നാസ് വൽ ഹിജാറ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ തന്നെ സ്വയം സൂക്ഷിക്കുകയും നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നാം നന്നാവുക, നമ്മുടെ മക്കൾക്ക് നാം മാതൃകയാകേണ്ടതാണ്. നമ്മുടെ മക്കൾ കൃത്യമായി അവരുടെ കൂട്ടുകെട്ട് ആരാണ്, അവരാരെ കൂടെയാണ് കൂട്ടുകെട്ടുന്നത്. മുത്തായ റസൂൽ പറഞ്ഞത്, നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് മോശമായാൽ തീർച്ചയായും അവൻ നശിഞ്ഞു പോകുമെന്നാണ്. കൂടുതൽ എത്ര നല്ല നമസ്കാരമുള്ള മക്കളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദിനൊക്കെ കൃത്യമായി വന്നിരുന്ന മക്കളാണ് അല്ലേ. ഉമ്മയെ വെട്ടിക്കൊന്നു വാർത്ത കേൾക്കുന്ന ആരെയാണ്? ആ നാട്ടിലെ ഏറ്റവും നല്ല കുട്ടിയെക്കുറിച്ചാണ്. ആരും വിശ്വസിച്ചില്ല. കാരണം ആ നാട്ടിലിരിക്കുമ്പോൾ ആ കുട്ടി ഏറ്റവും നല്ലൊരു കുട്ടിയായിരുന്നു, എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു. ആ കുട്ടി എവിടെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്? ഹോസ്റ്റലിൽ പഠിക്കാൻ പോയി അവിടെ കിട്ടിയ കൂട്ടുകെട്ട് ലഹരിക്കടിമയായിരുന്നു. പിന്നെ ആ ലഹരി വസ്തു വീട്ടിൽ വാങ്ങാൻ വേണ്ടി ഉമ്മയോട് കാശ് ചോദിക്കുമ്പോൾ കിട്ടാത്തതിൻ്റെ പേരിൽ ഉമ്മയെ തന്നെ വെട്ടിക്കൊന്ന് അനുസ്കരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നത്. ഇത് വേറൊരു സംഭവമാണ്. ഈ സഹനാസിൻ്റെത് ചവറ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നതാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ്. നല്ല മക്കൾ, സ്വാലിഹീങ്ങളായ മക്കളൊക്കെ അധപ്പതിച്ചു പോകുന്നത് അവരുടെ കൂട്ടുകെട്ട് മോശമാകുമ്പോഴാണ്. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് കൃത്യമായി ശ്രദ്ധിക്കണം. നമുക്ക് നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ, അത് ഭാവിയിൽ വലിയ അപകടത്തിലേക്കാണ് അവരെത്തിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നോക്കൂ, ആ കുടുംബം ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? നാട്ടുകാരുടെ മുമ്പിലല്ലേ നമ്മുടെ മക്കളെന്ന് പറയുമ്പോൾ നാം രാപ്പകലെന്നില്ലാതെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹ് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് അല്ലേ. വല്യമ്മമാർക്ക് തൻ്റെ പേരക്കുട്ടിയെ കൊണ്ടെങ്കിലും എൻ്റെ മകൻ്റെ ജീവിതം നന്നാകട്ടെ എന്ന് പ്രാർത്ഥിച്ച ആ പൊന്നു കയ്യെ തന്നെ വെട്ടിയില്ലാതാക്കുന്ന ഈ മക്കളൊക്കെ, ചെറിയ മദ്രസയിൽ വരുന്ന മക്കളൊക്കെ ഇന്ന് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് മദ്രസയിൽ കയറി വരുന്നത്. എന്നിട്ട് ഉസ്താദന്മാരെ മർദ്ദിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. സ്കൂളിൽ അധ്യാപകന്മാർക്കെതിരെ മോശമായ രീതിയിൽ പെരുമാറുന്ന മക്കളൊക്കെ ഉണ്ട്. പക്ഷേ അവർ പുറത്തൊന്നും പറയുന്നില്ല. കാരണം ചിലത് പുറത്ത് പറയാതിരിക്കാൻ ആ ഉസ്താദന്മാർ മടി കാണിക്കുന്നതിന് പിന്നിലൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് അർഹതയാണ് മദ്രസ പഠിപ്പിക്കാൻ എന്ന് അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഉസ്താദിനോട് ചോദിച്ചേക്കും. അങ്ങനെ ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി ഇല്ലാത്തൊരു ചോദ്യമായി പിന്നെ അവസാനം പള്ളി പിരിച്ചുവിടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും. അത്രത്തോളം ഒരവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് ചിലതൊക്കെ അവർ അങ്ങ് മറച്ചു വെക്കുകയാണ്. മാതാപിതാക്കളൊന്നും അറിയിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ പറയുന്നത്, എൻ്റെ മകൻ മുമ്പ് നല്ല മനുഷ്യനായിരുന്നു, നിങ്ങൾ വന്നതിൻ്റെ ശേഷമാണ് അങ്ങനെ. കാരണം മുമ്പത്തെ ഉസ്താദ് സഹിച്ചുപോയി, പിന്നെ വരുന്ന അധ്യാപകന്മാർ അത് സഹിക്കേണ്ട ഒരു അവസ്ഥയിൽ. അത്രത്തോളം മക്കളുടെ അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വളരെ ഗൗരവത്തോട് ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല സുലൈഖ് എന്ന് പറയുന്ന ആ ഉമ്മാക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ, ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. ഇത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും ജയിലിൽ ഇരുത്തി അവരെ തീറ്റിപ്പോറ്റരുത്. അവരെ നാട്ടുകാരെ കയ്യിൽ കൊടുക്കണം, അവർ കൈകാര്യം ചെയ്യണം. പോലീസുകാരത് കണ്ടില്ലെന്ന് നടിക്കണം. ഇത്തരക്കാർ ഒരിക്കലും സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ്. എങ്ങനെ ഇവർ വിശ്വസിക്കുക? സ്വന്തം വീട്ടിൽ പോലും ഇത്തരത്തിലുള്ള ക്രൂരത ഇവർ ചെയ്യുന്നവരെങ്കിൽ മറ്റുള്ളവരെന്തായിരിക്കും? സ്വന്തം വല്യമ്മയോട് പോലും ഇവർക്ക് കരുണത്ത് കാണുന്നില്ലെങ്കിൽ, വല്യമ്മയെ പോലും ഇവർക്ക് പ്രശ്നമല്ലെങ്കിൽ അല്ലേ, അതും ആ പ്രായമുള്ള ഉമ്മയാണ്. എങ്ങനെ മനസ്സ് വന്നെൻ്റെ പ്രിയപ്പെട്ടവരെ? ഇതൊരിക്കലും ഒരു മനുഷ്യനായ ഒരു മനുഷ്യക്കുട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളും അള്ളാഹു ആക്കട്ടെ. തീർച്ചയായും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അവർക്ക് സ്വാലിഹീങ്ങളാകാൻ വേണ്ടി അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന 5 നേര നമസ്കാരങ്ങളൊക്കെ ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളും ഇരുലോകത്ത് ഉപകരിക്കുന്ന പൊന്നുമക്കളെ കൂട്ടത്തിൽ മാതാപിതാക്കളെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന നല്ല സ്വാലിഹായ മക്കളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.